ദൈവം സൃഷ്ടിച്ച സ്ത്രീകളിൽ ഏറ്റവും അതിസുന്ദരിയാണ് നമ്മുടെ വിജയശ്രീ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അബദ്ധം പറ്റിയതാണ്. ദൈവം അത്രയും സുന്ദരികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കാറില്ല ഭൂമിയിൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ദൈവം ആ ആത്മാവിനെ തിരിച്ചെടുത്തു എന്ന് വേണം നമ്മൾക്ക് വിശ്വസിക്കാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിജയശ്രീ പോലെ ഒരു സുന്ദരി ഇന്നവരെ മലയാള സിനിമയിൽ നിന്നല്ല, തമിഴ് സിനിമയിൽ നിന്നല്ല, ഒരു ഭാഷാ സിനിമയിലും വന്നിട്ടില്ല. അതാണ് യഥാർത്ഥ സത്യം. തിരുവനന്തപുരത്തുള്ള മണക്കാട് വിളക്കാട് കുടുംബം ആണ്. 1964 വിജയശ്രീ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ചിത്തി എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിലാണ് തുടക്കം. അതുപോലെ തന്നെ പിന്നെ അഭിനയിച്ചാണ് പൂജാപുഷ്പം. ആ പൂജാപുഷ്പമാണ് വിജയശ്രീനെ ശരിക്കും ഒരു നായികയാക്കിയതും. അതിനുശേഷം പിന്നെ വിജയശ്രീക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1973 വന്ന പൊന്നാപുരം കോട്ട, അതിലൊരു സംഭവം നടന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയശ്രീ ഒരു ഒറ്റമുണ്ടെടുത്ത് കുളിക്കുന്ന ഒരു സീനുണ്ട്. ആ കുളിക്കുന്ന ഒരു സീനിൽ ഈ കച്ച കെട്ടുമ്പോൾ ആ കച്ചേര മുകളിലേക്ക് വെള്ളം വന്ന് വീണ് മുണ്ട് അഴിഞ്ഞു പോയി. ഫുൾ നൈക്കഡായുള്ള സീൻ. ക്യാമറമാൻ ഇതെന്നെ താപ്പ് എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ചിത്രീകരിച്ചു. ലെൻസ് ഇട്ട് ചിത്രീകരിച്ചു. വിജയശ്രീ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഡ്രസ്സ് ഇട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷേ ആ സീൻ വെച്ച് വിജയശ്രീനെ പലരും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. പല ഡേറ്റുകളും അതോടുകൂടി മേടിക്കാൻ തുടങ്ങി. പലരും പലതിനും ഈ ഒരു സീൻ ഉപയോഗിച്ച് ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ പൊന്നാപുരം കോട്ട റിലീസായി. പൊന്നാപുരം കോട്ട റിലീസായിട്ട് അതിൽ ഈ സീൻ എഡിറ്റ് ചെയ്ത് മാറ്റണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സീൻ എല്ലാ പ്രിൻറ്റിലും ആ സീൻ ഉണ്ടായിരുന്നു. അത് കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയശ്രീ ആകെ പൊട്ടിത്തെറിച്ച് പ്രേമനസറിനോട് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറോട് പറയാൻ പറഞ്ഞിട്ട്. പക്ഷേ പ്രേമനസർ പറഞ്ഞില്ല. പ്രേമനസർ കൈ ഒഴിയുക ചെയ്തത്. അതോടുകൂടിയിട്ട് ആകെ തകർന്നു വിജയശ്രീ. പിന്നെ അതുമല്ല, ഒരു കല്യാണം ഉറപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കാമുകൻ അത് അങ്ങനെ തന്നെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ ബന്ധം വേണ്ടെന്ന് വെച്ചു. അതോടുകൂടിയിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടത്തി. ആ കേസ് തള്ളിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് ആകെ മാനസികമായിട്ട് തകർന്നു തരിപ്പണമായി വിജയശ്രീ. ഒരു കുട്ടിക്കളി പോലെയാണ്. എല്ലാവരും കുട്ടിത്താണ് വിജയശ്രീക്ക്. എല്ലാ ചെറിയും ആ ഒരു നുണക്കുഴിയുണ്ട്, അത് കാട്ടിയുള്ള ചെറിയും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും തോന്നി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ആത്മഹത്യക്ക് കാരണം ഇത് തന്നെയാണ്. പലരും പലതും വിശ്വസിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശരിക്കും പറഞ്ഞാൽ സിനിമ, ഈ നന്ദിയില്ലാത്ത സിനിമ ഫീൽഡുകാർ വിജയശ്രീ